നമ്മുടെ നാട്ടിൽ ഇതുപോലെ പശുക്കളൊക്കെ നമ്മൾ പാടത്തേക്ക് വിട്ട് ഇങ്ങനെ നോക്കുന്ന രീതിയാണ്. ഇങ്ങനെയുണ്ട് ഈ പുല്ലൊക്കെ തിന്ന് പച്ച പുല്ല്. അപ്പോൾ മെഷീൻ കൊയ്ത്തായത് കൊണ്ട് പതിര് ഫുള്ള് കണ്ടെത്തി തന്നെ കയറല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഫുള്ള് പുല്ലാവും. ഇതിങ്ങനെ അടിച്ച് കയറ്റുക. വൈകുന്നേരത്ത് ഇച്ചിരി വൈക്കോൽ കൊടുക്കണം, അല്ലെങ്കിൽ ചാണൊന്നും തീരെ ബലമില്ലാതെ പോകും. പുല്ല് വന്നിട്ടേ അവരെ ഇഷ്ടമനുസരിച്ച്. പിന്നെ ഇപ്പം എനിക്ക് അറിവ് കഴിഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളൂ. അവിടെ നിന്ന് വീട്ടിൽ നിന്നാക്കി ഇവിടെ കണ്ടു. ഇതൊക്കെ തന്നെ ഒരു ലാഭം. എല്ലാം നമ്മൾ കൈത്തീറ്റ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചു പോവില്ല. വെള്ളമായിട്ടോ പാടം ഫുള്ളായിട്ട് ഇനിയൊരു 2-3 മാസം കൂടി കഴിഞ്ഞാലാണ് നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങുള്ളൂ, ഞാറ് ഭാഗം തുടങ്ങുള്ളൂ. അപ്പോൾ അതുവരെ ഇവിടെ ഇങ്ങനെ കിടക്കും. ഇവിടെ നല്ല മീനുണ്ട് കേട്ടോ. മീൻ കിട്ടുമേ, മീനില്ലാന്ന് ആരും പേടിക്കണ്ട, മീൻ ഇഷ്ടംപോലെ കിട്ടും. പശുക്കളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയണം കേട്ടോ നിങ്ങളൊക്കെ. എന്താ പാട്? കൂട്ടുകാരൻ്റെ പശുവാണ്. ആ കണ്ണ് വിടാം കേട്ടോ മൂപ്പര്. ആ കണ്ണ് വിടും. നമ്മൾ പോത്തുകൾ അവിടെ ഉണ്ട് കേട്ടോ. പോത്ത് വരും ജോയിൻ്റ് ആവും. രണ്ട് അതിര ഇങ്ങനെ നടക്കും. ഇങ്ങനെ നടക്കണേ, ഇവരിങ്ങനെ നടക്കണേ. അതിലത്തെ ഒരൊറ്റ മഴയുടെ കണ്ടങ്ങളൊക്കെ വെള്ളമായി. ആ പോത്തിരിപ്പൊക്കെ പാടെ രാവിലെ അടിച്ച് നടക്കുക. എന്താ ഇവിടുന്ന് വെള്ളം കയറിച്ചിട്ടേ. അവിടെ മുകളിലൊക്കെ വലക്കാർ വലയിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ചവിട്ടി കുത്തിയിട്ട് വെറുതെ ചീത്തയൊക്കെ നിൽക്കണല്ലോ. അപ്പോൾ എന്തായാലും ആ ഏരിയക്ക് തന്നെ ആറ്റാണ്. അങ്ങോട്ട് വാ. ബാക്കിയുള്ള 3 ആൾക്കാർ അവിടെ നിന്ന് പോന്നിട്ടില്ല. ഓലെ തടഞ്ഞിട്ടേന്ന് രാത്രി.